ഇവിടെ ബാലഗോപാൽ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു. നിയമസഭയിൽ മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ 6000 കോടി മിച്ചമുണ്ടെങ്കിൽ എന്തുകൊണ്ട് പഞ്ചായത്തുകൾക്ക് കേരളത്തിൽ 3ാം ഗഡു കൊടുത്തിട്ടില്ല? അപ്പോൾ ഇനി നമുക്ക് കേരളത്തിൽ നമ്മുടെ എക്കണോമിയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ടൂറിസമാണ്. അതിൽ നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി സൗന്ദര്യമാണ്. ലഹരി എന്ന് പറയുന്നത് അത് ഈ സിനിമാ മേഖലയിലും ടൂറിസം മേഖലയിലുമൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ സർക്കാരിന് അവിടെ ഏത് രീതിയിലുള്ള ഒരു ഇടപെടലാകും നടത്താൻ കഴിയുക? കുട്ടികൾ ലഹരിക്ക് അടിമയാകുന്ന അതിനെതിരായിട്ട് 2 തവണ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ലഹരി മാഫിയയെ അടിച്ചുമർത്തുന്നത്. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജനങ്ങൾ UDFന് അധികാരം നൽകുന്നത് 102 സീറ്റുകളുടെ വിസ്മയ വിജയം നൽകിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നൽകുന്ന വിശ്വാസം അത് അതേ രീതിയിൽ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കാൻ UDF ബാധ്യസ്ഥരാണ്. പരിചയസമ്പന്നരും യുവാക്കളും പുതുമുഖങ്ങളും വനിതകളുമൊക്കെ അടങ്ങുന്ന കൃത്യമായ കോറം തികഞ്ഞൊരു മന്ത്രിസഭ. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാരിൻ്റെ ഓരോ ചുവടുവയ്പും വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സാംസ്കാരികം ടൂറിസം മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ്. സ്വാഗതം. താങ്ക് യു. അങ്ങ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് നിലവിലിപ്പോൾ. സ്വാഭാവികമായി സംസ്ഥാനത്ത് കോൺഗ്രസിനെ മുന്നിൽ നിന്ന് ചലിപ്പിക്കാനായി ഉത്തരവാദിത്തപ്പെട്ട പദവിയിലുള്ള നേതാവ് കൂടിയാണ്. പ്രതീക്ഷയുടെ അമിത ഭാരം UDFന് മേൽ നിലവിലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ആ ധാരണയിലാണ് ഈ സർക്കാർ അധികാരമേറ്റ ആദ്യ ക്യാബിനറ്റ് മുതൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ഞങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ച 2 ഗ്യാരണ്ടികളിൽ മേലുള്ള തീരുമാനങ്ങളെടുത്തു. ഒന്ന്, സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം ജൂൺ 15 മുതൽ നടപ്പിലാക്കും എന്ന തീരുമാനം. 2, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള വയോജന വകുപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനം. ആശാസമരത്തിൽ ഞങ്ങളെല്ലാം സജീവമായി പങ്കെടുത്തതാണ്. നിയമസഭയിൽ ആ വിഷയം കൊണ്ടുവന്നതാണ്. അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിച്ചു. അംഗനവാടി ജീവനക്കാരുടെ ആനുകൂല്യം വർദ്ധിപ്പിച്ചു. സ്കൂൾ പാചക തൊഴിലാളികളുടെ ആനുകൂല്യം വർദ്ധിപ്പിച്ചു. അങ്ങനെ ആദ്യ ദിനം മുതൽ തന്നെ ഞങ്ങളിൽ ജനങ്ങൾ എങ്ങനെയാണോ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ധവളപത്രമൊക്കെ ഇറങ്ങി അതിൻ്റെ ചർച്ചകളിലേക്കൊക്കെ കടക്കുന്നൊരു വേള കൂടിയാണിപ്പോൾ. അപ്പോൾ സ്വാഭാവികമായി സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി എത്രയാണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ അതിപ്പോൾ പബ്ലിക് ഡൊമൈനിലായി കഴിഞ്ഞു. 19-ാം തീയതി ബജറ്റ് അവതരിപ്പിക്കുകയാണ്. സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ്. അതും ഏറെ പ്രതീക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. സ്വാഭാവികമായും ഈ ഒരു സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിൽ എങ്ങനെയാകും ആദ്യ നാളുകളിൽ നിങ്ങൾക്ക് ഓരോ വകുപ്പും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാമ്പത്തികം ഒരു തടസ്സം തന്നെയായിരിക്കുമോ? ആദ്യം തന്നെ പറയട്ടെ, സാമ്പത്തികത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തേണ്ട സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പദ്ധതിയും ആ പദ്ധതികളൊന്നും തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാമ്പത്തിക പ്രതിസന്ധി ഒരു തടസ്സമായിരിക്കില്ല എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ആദ്യ ദിവസം തന്നെ ഈ തീരുമാനങ്ങൾ. ഇത്രയും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾക്കൊരു 6 മാസം സമയം താ, ആശാ വർക്കേഴ്സിൻ്റെ ശമ്പളം കൂട്ടാം, അംഗനവാടിക്കാരുടെ കൂട്ടാം, ഗ്യാരണ്ടി സ്ത്രീകളുടെ യാത്ര പിന്നീടാക്കാം ഒന്നും പറഞ്ഞിട്ടില്ല. അതേസമയം ഈ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ അധികാരത്തിലിരുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ് അധികാരം വിട്ടൊഴിയുമ്പോൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതി എന്താണ്? ധവളപത്രം CM പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല, മുഴുവൻ ഫാക്ട്സാണ്. ഫാക്ട്സ് മാത്രമല്ല, അത് നമ്മുടെ ഒരു സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇവിടെ ബാലഗോപാൽ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു. 5500-6000 കോടി രൂപ മിച്ചം വെച്ചിട്ടാണ് അദ്ദേഹം ധനകാര്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതെന്നാണ് പറഞ്ഞത്. നിയമസഭയിൽ മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ 6000 കോടി മിച്ചമുണ്ടെങ്കിൽ എന്തുകൊണ്ട് പഞ്ചായത്തുകൾക്ക് കേരളത്തിൽ 3ാം ഗഡു കൊടുത്തിട്ടില്ല? കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന മാസങ്ങളിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കൊടുക്കേണ്ട ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ 3ാം ഗഡു ഇതുവരെയും കൊടുത്തിട്ടില്ല.
പൈസ കൊണ്ട് 6000 കോടി ട്രഷറിയിൽ മിച്ചമായിരുന്നെങ്കിൽ കൊടുത്തൂടെ? സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ആനുകൂല്യങ്ങളുണ്ട്, അത് കൊടുക്കണ്ടേ? ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് ആശുപത്രികൾക്ക് മരുന്ന് നൽകുന്നത്. മരുന്ന് നൽകേണ്ട ചിലവിലേക്ക് അവർക്ക് ആ പൈസ കൊടുക്കണ്ടേ? നിർമ്മാണ തൊഴിലാളിക്ക് 10-18 മാസമായി പെൻഷൻ കൊടുത്തിട്ട്, ക്ഷേമനിധി പെൻഷൻ. 6000 കോടി കയ്യിലുണ്ടെങ്കിൽ മിച്ചമാണെങ്കിൽ അതെടുത്ത് അത് കൊടുക്കണ്ടേ? അപ്പം ഈ 6000 കോടി കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഉണ്ടായതാണ്? 42,000 കോടിയുടെ കടം വരുത്തി വെച്ചിട്ട് ആ കടമൊന്നും വീട്ടാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ, ക്ഷേമ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാതെ, അതാണ് അദ്ദേഹം ഒരു ഉദാഹരണം നിയമസഭയിൽ പറഞ്ഞാൽ താങ്കളും കേട്ട് കാണുമല്ലോ. 50,000 രൂപ ശമ്പളമുള്ള നിയമസഭയിലെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുകയാണ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ 50,000 രൂപ ഇരിപ്പുണ്ട്, മിച്ചമുണ്ട് എന്ന് പറയുമ്പോൾ കതക് തുറക്കാൻ കഴിയില്ല. കതക് തുറന്നാൽ പാലുകാരനും പച്ചക്കറിക്കാരനും ഇറച്ചി വാങ്ങിച്ച കടക്കാരനും പത്രം ഇട്ട ആളും വരെ കാത്തു നിൽക്കുകയാണ്. അവർക്ക് ആർക്കും കാശ് കൊടുക്കാതെ ശമ്പളം കിട്ടിയ കാശ് മുഴുവൻ പോക്കറ്റിൽ വെച്ചിരിക്കുമ്പോൾ മിച്ചമായിട്ട് കാണാൻ പറ്റും. ആ അവസ്ഥയിലാണ് കേരളത്തെ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ, മുൻ ധനകാര്യമന്ത്രി എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ജനങ്ങളോട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജനങ്ങൾക്ക് നൽകേണ്ട ഒരു ആനുകൂല്യത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല. അതിന് മറുമാർഗ്ഗങ്ങൾ കാണുകയാണ്. വിഭവസമാഹരണത്തിനും വികസനത്തിനായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനും മറ്റു മാർഗ്ഗങ്ങൾ ആലോചിക്കുകയാണ്. അങ്ങയുടെ വകുപ്പിലേക്ക് വരുവാണെങ്കിൽ അങ്ങേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളാണ്, അതിൻ്റെ ഒരു ക്രോഡീകരിച്ചാണ് അങ്ങേക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ ടൂറിസം വകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ടൂറിസം വകുപ്പ് പുതിയ ആശയങ്ങളും പുതിയ പരിഷ്കാരങ്ങളും ഒക്കെ നമുക്ക് നടപ്പാക്കാനായി ഏറെ സാധ്യതയുള്ളൊരു വകുപ്പ് കൂടിയാണ്. ഇപ്പോൾ PC വിശ്വനാഥ് എന്ന നേതാവിന് തന്നെ, ഒരു യുവ നേതാവിന് തന്നെ അത് കിട്ടുമ്പോൾ സ്വാഭാവികമായി ഒരുപാട് ആശയങ്ങൾ അങ്ങേക്കുണ്ടാകും. അത് ടൂറിസത്തിൽ തന്നെ ആയിരിക്കും അങ്ങ് തുടങ്ങുന്നത്? ഉറപ്പായിട്ടും. ടൂറിസത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ ഭാവി ഇനി ടൂറിസത്തിലാണ്. നമ്മുടെ പരമ്പരാഗത വരുമാന സ്രോതസ്സുകളിലൊക്കെ നമുക്ക് വലിയ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അറിയാമല്ലോ, കൃഷി വലിയ പ്രതിസന്ധിയിലാണ്. വ്യവസായം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇപ്പോഴും പിക്കപ്പ് ചെയ്ത് വന്നിട്ടില്ല. വിദേശത്തു നിന്നുള്ള വരുമാനം കുറയുകയാണ്. പല രാജ്യങ്ങളിലും സ്വദേശിവൽക്കരണമൊക്കെ വന്നിട്ട് അവിടെയുള്ള ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടവർ നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ ഇനി നമുക്ക് കേരളത്തിൽ നമ്മുടെ എക്കണോമിയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ടൂറിസമാണ്. അതിൽ നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി സൗന്ദര്യമാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് വലിയ ഒരു സാംസ്കാരിക സമ്പത്തുണ്ട്. നമ്മുടെ കലകളുണ്ട്, അനുഷ്ഠാന കലകളടക്കമുണ്ട്, കലാരൂപങ്ങളുണ്ട്. അപ്പോൾ അതിനെ ടൂറിസമായിട്ട് സംയോജിപ്പിക്കുക. അപ്പോൾ 2 വകുപ്പ് അങ്ങേക്ക് ഒരുമിച്ച് കിട്ടിയത് തന്നെ ഒരു അപൂർവമായൊരു കാര്യം കൂടിയാണ്. അതിൻ്റെ ആ അവസരത്തെ ഉപയോഗിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം മുമ്പ് സജി ചെറിയാൻ സാംസ്കാരികവും അതുപോലെ തന്നെ സിനിമ സാംസ്കാരികവും സിനിമയും ടൂറിസം റിയാസുമായിരുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ സാംസ്കാരികം KC ജോസഫും അതേപോലെ തന്നെ സിനിമ KB ഗണേഷ് കുമാറും കുറച്ചു കാലം ഉണ്ടായിരുന്നു. പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായി. അപ്പോൾ ഈ 2 വകുപ്പുകളും ഒരുമിച്ച് ലഭിച്ചതിൻ്റെ ആ അവസരത്തെ അതിൻ്റെ കൂടെ സിനിമയും കൂടെ ചേർത്ത് അത് 3 ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ തെയ്യം, കേരളത്തിൻ്റെ പടയണി, കഥകളി, അനുഷ്ഠാന കലകൾ, നൃത്തം, സംഗീതം, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പിൽഗ്രിമേജ് ടൂറിസം, അഗ്രി ടൂറിസം, വെൽനസ് ടൂറിസം, അങ്ങനെ ഇപ്പം നമ്മൾ കേരളത്തിലെ ഒരുപാട് ഇതുവരെയും ടൂറിസത്തിൻ്റെ സാധ്യതകളിലേക്ക് എത്താത്ത മനോഹരമായ ഒരുപാട് നിഗൂഢ ഇടങ്ങളുണ്ട് കേരളത്തിൽ ഇപ്പോഴും. അവിടെയെല്ലാം ടൂറിസത്തിൻ്റെ സൗകര്യങ്ങൾ എത്തിക്കുക, സഞ്ചാരികളെ എത്തിക്കുക. അപ്പം കലയും സംസ്കാരവും ടൂറിസവുമായി ബന്ധപ്പെടുത്തി ഉള്ള ഒരു, അതോടൊപ്പം തന്നെ സിനിമ എൻ്റെ വകുപ്പാണ്. നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷനുകളെ ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ഇടങ്ങളാക്കി മാറ്റുക. അപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമൊക്കെ അവർക്ക് കേരളത്തിൽ സിനിമ ഷൂട്ട് ചെയ്യാൻ വന്നാൽ സർക്കാർ തന്നെ ചില സൗകര്യങ്ങളും സൗജന്യങ്ങളും ഒക്കെ കൊടുക്കും. ആ ലൊക്കേഷനുകളിൽ വന്ന് ഷൂട്ട് ചെയ്യുന്ന സിനിമ ലോകത്തെല്ലാവരും കാണുമ്പോൾ കേരളത്തിൻ്റെ ടൂറിസവും കേരളവും അതിമനോഹരമായി ലോകത്തിൻ്റെ പ്രൊമോഷൻ പോലെ. യഥാർത്ഥത്തിൽ സിനിമയാണത്, പരസ്യമല്ല. പക്ഷെ നമ്മളതിന് ഷൂട്ടിംഗ് ലൊക്കേഷനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്ത്. അത് എങ്ങനെയാണ് മിനിസ്റ്റർ, അത് സൗജന്യമായാണ് ഉദ്ദേശിക്കുന്നത്, പേയ്മെൻറ്റ് ഈടാക്കി തന്നെ? അല്ല, അതിന് നമുക്ക് ചില സൗജന്യങ്ങൾ കൊടുക്കാൻ പറ്റും. സൗജന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പം
ഇപ്പം തന്നെ അവർ എന്നോട് പറഞ്ഞൊരു പരാതി പറഞ്ഞതാണ് സിനിമാ സംഘടനക്കാരുമായിട്ട് ചർച്ച ചെയ്തു. ഇപ്പോൾ ചില സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ വരാന്ത ഷൂട്ട് ചെയ്യുന്നതിന് 1 ലക്ഷം രൂപയൊക്കെയാണ് അവരെ ഇന്ന് വാടക വാങ്ങുന്നത്. അതൊന്നും ഒരു നല്ല സമീപനമല്ല. കാരണം സിനിമ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഒരു വ്യവസായം എന്ന നിലയിലാണ്. അപ്പം നമ്മൾ എത്രയോ പേർക്ക് അവർ ജോലി കൊടുക്കുന്നുണ്ട്. ഒരു സിനിമ പൊട്ടിപ്പോയാൽ ആ നിർമ്മാതാവിന് മാത്രമേ കാശ് നഷ്ടമാകുന്നുള്ളൂ. പക്ഷെ ആ പൊട്ടിപ്പോയ സിനിമയുടെ നിർമ്മാതാവ് 100 കണക്കിന് ആളുകൾക്ക് പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. നടന്മാർക്ക്, ടെക്നീഷ്യൻസിന്, ലൈറ്റ് ബോയ്സിന്, അല്ലെങ്കിൽ അതുപോലെ മറ്റ് മേഖലയിൽ പ്രവർത്തിച്ച ആളുകൾക്ക് ഒക്കെ പൈസ കൊടുത്തിട്ടുണ്ടാവും അദ്ദേഹം. എത്ര ആളുകളാണ് ഒരു സിനിമ കൊണ്ട് എത്ര കുടുംബങ്ങളാണ് കഴിയുന്നത്. അപ്പോൾ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ് സിനിമ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ പ്രധാനം. അപ്പോൾ അവർക്ക് അത്രയും എംപ്ലോയ്മെൻറ്റ് അവർ ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ചില സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അത് നമ്മൾ കൊടുക്കും. അപ്പോൾ അങ്ങയുടെ വകുപ്പിൽ ഈ ടൂറിസം വകുപ്പിനെ കുറിച്ച് അങ്ങ് ഇപ്പോൾ എത്തി ഒരു 2 ആഴ്ച പിന്നിടുമ്പോൾ അങ്ങേക്ക് അവിടെ എവിടെയൊക്കെയാണ് ഒരു വീഴ്ചയുള്ളത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഈ ആദ്യം ഇടപെടൽ നടത്തേണ്ടതെന്ന് തോന്നിയിട്ടുള്ളത് ഏതാണ്? ഒന്ന് നമ്മുടെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഇപ്പോൾ ഞാൻ മൂന്നാർ പോയി. ഞാൻ മന്ത്രിയായി 10 ദിവസം പോലും തികയുന്നതിന് മുമ്പ് ഞാൻ മൂന്നാർ പോയി. അവിടെ പോയി ഞാൻ ഒരു മീറ്റിംഗ് എടുത്തു. മീറ്റിംഗ് എടുത്തിട്ട് ഞാനൊന്നും സംസാരിച്ചില്ല, ഞാൻ കേൾക്കുമായിരുന്നു. ആ മീറ്റിങ്ങിൽ ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരുന്നു, റിസോർട്ട് ഓണേഴ്സ് ഉണ്ടായിരുന്നു, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു, ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ടായിരുന്നു, ടാക്സി ഡ്രൈവർമാരുണ്ടായിരുന്നു, ടൂർ ഗൈഡുകളുണ്ടായിരുന്നു, പഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡൻറ്റുമാർ, ജില്ലാ, ബ്ലോക്ക് എല്ലാവരെയും കൂടെ ഇരുത്തിയിട്ടാണ് മീറ്റിംഗ് എടുത്തത്. എല്ലാവരും ആദ്യം സംസാരിക്കാൻ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ മൂന്നാറിൽ നമ്മുടെ പ്രൈം ഡെസ്റ്റിനേഷനാണ്, ട്രാഫിക് ബ്ലോക്കാണ്. 3-4 മണിക്കൂർ സഞ്ചാരികൾ വന്ന് ക്യൂവിൽ കിടക്കുക. അപ്പോൾ അത് പരിഹരിക്കണം. 2, ഈ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നും തന്നെ, മൂന്നാറാകട്ടെ, കോവളം ആകട്ടെ, ആലപ്പുഴ ആകട്ടെ, ഇവിടെ ഒന്നും തന്നെ ഈ വിനോദസഞ്ചാരികൾക്ക് ഉപയോഗിക്കാൻ ടോയ്ലറ്റുകളില്ല. ഒരു പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനിൽ ആവശ്യമുണ്ടാകേണ്ട കാര്യങ്ങളല്ലേ ഇത്. ഒരു വൃത്തിയുള്ള ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാകണം. അപ്പോൾ നമ്മൾ അതിനൊരു പ്രയോറിറ്റി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബേസിക് അമ്യൂണിറ്റീസ് നമ്മൾ സഞ്ചാരികൾക്ക് കൊടുക്കണം, അത് ഉറപ്പുവരുത്തും. അതിനുശേഷം ഈ അവരെ കൂടുതലായി ആകർഷിക്കാനായി പലപ്പോഴും നമ്മൾ ഈ വിദേശ രാജ്യങ്ങളെ കിടപിടിക്കുന്ന രീതിയിൽ, വിദേശ രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും വലിയ രീതിയിൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിലൊരു പ്രൊമോഷനൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പുതിയ ഒരു ആശയങ്ങൾ നമ്മൾ നന്നായി പ്രൊമോഷൻ നടത്തുന്നുണ്ട്. അതുകൊണ്ടുള്ള ഒരു ഗുണവുമുണ്ട്. കാരണം ഇന്ത്യയിൽ ടൂറിസത്തിൽ നമ്പർ 1 കേരളമാണ് ഇപ്പോഴും. ലോകത്തെയും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഞാൻ ഈ മൂന്നാറിൻ്റെ കാര്യം പറഞ്ഞു, 4 മണിക്കൂർ ലേറ്റ് ബ്ലോക്ക് ഉണ്ടെന്ന് പറയുമെങ്കിൽ പോലും ലോകത്ത് ഈ പോസ്റ്റ് കോവിഡിന് ശേഷം സഞ്ചാരികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. നമ്മളിപ്പോൾ അവിടുത്തെ ക്യാരിയിങ് കപ്പാസിറ്റിയെക്കുറിച്ചൊരു സ്റ്റഡി നടത്താൻ പോവുകയാണ്. കാരണം ആ പ്രദേശത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ടൂറിസ്റ്റുകൾ വരികയാണ്. അപ്പം അതിന് നമ്മൾ എല്ലായിടത്തും മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റ് ചെയ്ത് നമ്മൾ കൂടുതൽ സഞ്ചാരികൾ, കൂടുതൽ ഏരിയയിലേക്ക് നമ്മൾ പോകണം. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അധികാരത്തിൽ ഏറ്റവും കാലം മുതൽ തന്നെ പറഞ്ഞാണ് കേരളത്തെ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റും എന്നുള്ളതായിരുന്നു. ഒരു 10 വർഷം അതിനുവേണ്ടിയൊക്കെ ശ്രമമൊക്കെ നടത്തി. പക്ഷേ ഇപ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്, ആ രീതിയിലൊരു ഹബ്ബായി കേരളം എത്രത്തോളം മാറിയിട്ടുണ്ട്? ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, സഞ്ചാരികൾ പല രൂപത്തിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞൊരു ഒരു ക്യാമ്പയിനൊക്കെ തുടങ്ങി. നമ്മൾ നല്ല നിലയിലാണ്. നമ്മൾ ലോക പ്രശസ്തമായ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് നമ്മുടേത്, പല സ്ഥലങ്ങളും. അപ്പോൾ പക്ഷെ അവിടെ കൊണ്ട് കാര്യമില്ല. അത് മാത്രം പിടിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ ആ പൊസിഷൻ കോമ്പറ്റീഷൻ വരുമ്പോൾ നഷ്ടപ്പെടുമ്പോൾ ഇപ്പം നമ്മൾ ഒന്നാമതാണ്. അപ്പം നമ്മൾ അതിനെ വീണ്ടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവം എന്താണ് മാറ്റം? ഇപ്പോഴത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ വരുന്നത് കേവലം കാഴ്ച കണ്ടുപോകാൻ മാത്രമല്ല, അവർ കേരളത്തിൻ്റെ സാംസ്കാരികമായ വൈവിധ്യങ്ങളെ അതിനെയൊക്കെ അവരനുഭവിക്കണം. അത്തരമൊരു അനുഭവത്തിൽ കൂടി അവരെ കടത്തിക്കൊണ്ട് പോകണം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ടൂറിസ്റ്റുകൾ അങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻസ് അന്വേഷിച്ചും പോവുകയാണ് വളരെ ശാന്തമായി. എന്നാൽ അവിടെ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ നമ്മുടെ കലയും സംസ്കാരവും ഒക്കെയായി ബന്ധപ്പെട്ട
പ്രവർത്തനങ്ങൾ. നമ്മുടെ ഒരു ടൂറിസം കലണ്ടർ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് തെയ്യം, തൃശ്ശൂർ പൂരവും, പടയണിയും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണം. അപ്പോൾ ഒരു സഞ്ചാരിക്ക് ഇതെല്ലാം അനുഭവിക്കാൻ, കാണാനും ഉള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകണം. നമ്മളിപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസത്തിൽ നിൽക്കുന്നെങ്കിൽ ഇനി റെസ്പോൺസിബിൾ ടൂറിസം പ്ലസ് സസ്റ്റൈനബിൾ ടൂറിസം കേരളത്തിന് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? പ്രകൃതി സൗന്ദര്യമാണ്. ആ പ്രകൃതിയെ നിലനിർത്തി സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന സുസ്ഥിരമായ ഒരു ടൂറിസം വികസനം, അതാണ് നമ്മളിനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ സർക്കാർ കുറേ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരുന്നു. അത് ഈ പ്രധാനപ്പെട്ടതുപോലെ അത് കുറേയൊക്കെ വിവാദമൊക്കെ ആയതാണ്. അതായത് കുറേ ടൂറിസ്റ്റ് മേഖലകളിലേക്ക് ഈ ബാറുകളുടെ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അല്ലെങ്കിൽ കുറേ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വരുമാനം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു, അതിലൂടെയുള്ള ഒരു വരുമാന ലാഭം, ഇതൊക്കെയായിരുന്നു സർക്കാർ അന്ന് ലക്ഷ്യമിട്ടിരുന്നത്. പബ്ബുകൾക്കൊക്കെ അനുവാദം കൊടുക്കുന്നു, കൂടുതൽ അവസരം കൊടുക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിഷ്കരണത്തിലേക്കൊക്കെ പോകുന്നുണ്ടോ? ടൂറിസം മേഖലയിൽ ചില ഇളവുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം ടൂറിസം തദ്ദേശീയരായ ആളുകളല്ലല്ലോ അവിടെ കൂടുതലായിട്ട് വരുന്നത്. ഒന്നുകിൽ ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഫോറിൻ ടൂറിസ്റ്റുകൾ. അപ്പം നമ്മൾ തദ്ദേശീയരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ അതേപോലെ ടൂറിസം മേഖലയിലും നടപ്പിലാക്കാൻ പോയാൽ ഇപ്പോൾ നമുക്ക് വലിയ കോമ്പറ്റീഷനുള്ള സംസ്ഥാനങ്ങളല്ല, അടുത്ത രാജ്യങ്ങൾ വരെയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീലങ്ക. ഇപ്പോൾ ഗോവയിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആളുകൾ ശ്രീലങ്കയിലേക്ക് മാറി തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലായിടത്തും തദ്ദേശീയമായ ഒരു നിയമങ്ങളും നിയന്ത്രണങ്ങളും അത് എല്ലായിടത്തും ബാധകമാണ്. പക്ഷേ ചില ഇളവുകൾ അതിനകത്ത് ടൂറിസം മേഖലയിൽ കൊടുക്കേണ്ടി വരും. കാരണം ഈ പറയുന്ന ടൂറിസ്റ്റുകൾ അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ താങ്കൾ ചോദിച്ച പോലെ അതിൽ മദ്യം എന്ന് പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടി, കള്ളു കുടിക്കാനാണെങ്കിൽ അവർക്ക് അവരുടെ നാട്ടിൽ കുടിക്കാൻ കിട്ടൂലേ? അതിന് വേണ്ടിയിട്ട് അവർ കേരളത്തിൽ വരേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിലെ ടൂറിസ്റ്റുകൾ വരുന്നത് മറ്റ് കേരളത്തിൻ്റേതായ സൗന്ദര്യവും ഇവിടുത്തെ പ്രകൃതി രമണീയതയും ഇവിടുത്തെ ആയുർവേദവും അതൊക്കെ ഇവിടുത്തെ മൺസൂണും. ഇപ്പം അറബ് രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്നത് ഈ മഴക്കാലത്താണ്. അപ്പോൾ അവർ നമ്മുടെ മഴ ആസ്വദിക്കാൻ വേണ്ടി മാത്രം വരികയാണ് ഈ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അതൊരു തെറ്റായ ധാരണയാണ്. ഏത് ടൂറിസ്റ്റുകൾക്ക് വരണം മദ്യമില്ലെങ്കിൽ. ഞാൻ പറഞ്ഞത് മദ്യം എന്ന നിലയിൽ ചില ടൂറിസം സെക്ടർ എന്ന നിലയിൽ ചില ഇളവുകൾ കൊടുക്കണം. അല്ലാതെ ആ സെക്ടർ നിലനിൽക്കുന്നത് ഇതുകൊണ്ടാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ അവർക്ക് അവരുടെ രാജ്യത്തും കിട്ടുന്ന സൗകര്യങ്ങളാണ്. മറ്റനുഭവങ്ങൾക്കാണ് അവരിവിടെ വരുന്നത്. ഈ വ്യാവസായിക ടൂറിസം മേഖലയ്ക്ക് ഒരു വ്യാവസായികമായ ഒരു പ്രാധാന്യം അത് കണക്കിലെടുത്തുകൊണ്ടുള്ള ഏതെങ്കിലുമൊക്കെയുള്ള ഒരു പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ടൂറിസത്തിന് ഇപ്പോഴും ഇൻഡസ്ട്രി സ്റ്റാറ്റസ് ഇല്ല. ഞാൻ ഇന്നലെ ഒരു ഗ്ലോബൽ ടൂറിസം മാർക്കറ്റ് GTM ഇവിടെ 2-3 ദിവസമായിട്ട് നടക്കുകയാണ് തിരുവനന്തപുരത്ത്, കോവളത്തും നെയ്യാറ്റിൻകരയിലുമായിട്ട്. അവിടെ പോയപ്പോൾ അവരെ പ്രധാന ആവശ്യം വ്യാവസായിക പദവിയാണ്. അപ്പോൾ അത് ഞാൻ പരിശ്രമിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് അതിനുശേഷം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അത് പഠിക്കുകയാണ്, നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അത് വരുമ്പോൾ ഏറ്റവും വലിയ രീതിയിലൊരു മാറ്റം, ഒരു അഡ്വാൻറ്റേജ് എന്തായിരിക്കും മിനിസ്റ്റർ? ഒന്ന്, അവർക്ക് ഈ ലോണുകൾക്കൊക്കെ ഇൻട്രസ്റ്റൊക്കെ കുറയും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ എത്ര പെർമിഷൻസ് വേണം? ഒരുപാട് അനുവാദങ്ങൾ വാങ്ങിയിട്ടാണല്ലോ ഒരു ഇൻവെസ്റ്റർക്ക് അയാളുടെ ഒരു സ്ഥാപനം യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ. ഇൻഡസ്ട്രി സ്റ്റാറ്റസ് കിട്ടുമ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളിലും പിന്നെ ഇളവുകൾ ലഭിക്കും. ഇലക്ട്രിസിറ്റി ബില്ലിലടക്കം താരിഫിൽ വ്യത്യാസം വരും, പല കാര്യങ്ങളും. അതൊക്കെ വലിയ വലിയ വ്യത്യാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ഇന്ന് പെർമിഷൻസ് കുറച്ച് സിംഗിൾ വിൻഡോയിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഈ KCB ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില സൗകര്യങ്ങൾ കിട്ടും. ലോണുകൾ സംബന്ധിച്ച് ഇളവുകൾ കിട്ടും. ഇതൊക്കെ ഒരു വ്യവസായത്തിന് അനിവാര്യമാണ്, സഹായകരമാണ്. അതൊക്കെ കൊണ്ടാണ് അവരത് ആവശ്യപ്പെടുന്നത്. അങ്ങേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പ് ചലച്ചിത്ര വകുപ്പ് തന്നെയാണ്. ഈ ചലച്ചിത്ര വകുപ്പ്
ഈ അടുത്ത കാലങ്ങളിലായാണ് ഇത്രയേറെ ചലച്ചിത്ര മേഖലയിൽ, സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയും അല്ലെങ്കിൽ വലിയ രീതിയിൽ വെല്ലുവിളി നേരിടുന്നു എന്നൊക്കെ. അത് ഏറ്റവും ഒടുവിൽ നമ്മൾ പറയുമ്പോൾ, കൃത്യമായി പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഒക്കെ തന്നെയും വരികയും അതിനുശേഷം പല രീതിയിൽ തന്നെയുള്ള പല വെളിപ്പെടുത്തലുകളൊക്കെ വരുന്നു. അങ്ങനെ ആ മേഖല ഒരു വലിയ രീതിയിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു എന്നത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ടൂറിസം മേഖല പോലെ തന്നെ ഇപ്പോൾ ഒരുപക്ഷെ പറയുവാണെങ്കിൽ അങ്ങ് ഏറ്റെടുത്തിരിക്കുന്ന വകുപ്പ് കുറച്ചുകൂടി ഒരു വെല്ലുവിളി നിറഞ്ഞാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. സിനിമ അല്ല, എല്ലാവരും വിചാരിക്കും ഈ 3 വകുപ്പ് ഈ പുള്ളിക്ക് സുഖമാണ് എന്ന് വിചാരിച്ചിട്ട്. അതെ അതെ അതെ. പക്ഷെ അതിലേക്ക് വരുമ്പോഴാണ് അതിന് അതിൻ്റെതായ മറ്റുള്ള സ്ഥലങ്ങളിലുള്ളതിനേക്കാൾ കുറച്ചും കൂടെ സെൻസിറ്റീവാണ് ഇവിടുത്തെ കാര്യങ്ങൾ. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയൊക്കെ നടത്തിയിരുന്നല്ലോ, അതൊരു പ്രാഥമികമായൊരു ചർച്ച മാത്രമായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഞാനത് പറഞ്ഞല്ലോ, പൊതുവായ എൻ്റെ ഒരു കാഴ്ചപ്പാട് പരമാവധി ആളുകളെ കേൾക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാമെന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ നിന്നും മാത്രം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഏത് മേഖലയാണെങ്കിലും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടിട്ടല്ലേ കാര്യമുള്ളൂ. സിനിമാ മേഖലയിലുള്ള ആളുകളെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു. അതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അവിടെയും ഇൻഡസ്ട്രി സ്റ്റാറ്റസ് ഇല്ല. അവർക്ക് ഡബിൾ ടാക്സിൻ്റെ ഇഷ്യൂ ഉണ്ട്. തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഉള്ളത്. GST വന്നതിന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഇല്ല. കാരണം ഒൺ നേഷൻ ഒൺ ടാക്സ് ആണല്ലോ. പക്ഷെ നമ്മുടെ ഈ 2 സംസ്ഥാനങ്ങൾ, കേരളത്തിലും തമിഴ്നാട്ടിലും എൻ്റർടൈൻമെൻറ്റ് ടാക്സും അവർ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതൊക്കെ സംബന്ധിച്ച് അവർക്ക് കുറേ പ്രയാസങ്ങളും അവരൊത്തിരി അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. ഈ ടിക്കറ്റിങ് കുറേ ആയിട്ട് അവർ പറയുന്നതാണ്. പൈറസി കുറേ ആയി അവരെല്ലാം നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞു. പിന്നെ ഞാൻ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അപ്പോൾ കേരളത്തിൻ്റെ സിനിമ യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും നല്ല ഒരു സമയത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. മലയാള സിനിമയ്ക്ക് ഇന്ത്യയിൽ വലിയ അംഗീകാരമുണ്ട്. മനോഹരമായ സിനിമകൾ വരുന്നു. പോപ്പുലർ മൂവി ആകട്ടെ, എക്സ്പെരിമെൻ്റൽ മൂവി ആകട്ടെ, എല്ലാം. അപ്പോൾ അത്തരം ഒരു സമയത്ത് ഇവരുടെ ഈ സംഘടനയിലെ പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുമെല്ലാം ഒരു ആശാസ്യകരമായ രൂപത്തിലാണ് എന്ന അഭിപ്രായം എനിക്കില്ല. 2 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, ഗവൺമെൻറ്റിന് മുമ്പിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ പരാതി ലഭിച്ചില്ലെങ്കിൽ പോലും ഗവൺമെൻറ് ഇടപെടേണ്ട ഒരു പൊസിഷൻ വരുവാണെങ്കിൽ ഗവൺമെൻറ് ഇടപെടുക തന്നെ ചെയ്യും. ഞങ്ങൾ മാറി നിൽക്കത്തൊന്നുമില്ല. അതേസമയം ഗവൺമെൻറ്റിന് മറ്റൊരു നിലപാടുണ്ട്. ആ സംഘടനയുമായി ബന്ധപ്പെട്ട, താരസംഘടനയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നങ്ങൾ ഗവൺമെൻറ് കശി പിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് അവർ പരിഹരിക്കട്ടെ. അതിനപ്പുറത്തേക്ക് പരാതികൾ, സർക്കാർ ഇടപെടേണ്ട രൂപത്തിലുള്ള പരാതികൾ വന്നാൽ ഉറപ്പായിട്ട് ഇടപെടും. ഇനി പരാതി വന്നില്ലെങ്കിലും സർക്കാരിന് ഇടപെടണമെന്ന് തോന്നിയാൽ ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ടില്ല, അങ്ങനെയൊന്നും നോക്കി നിൽക്കില്ല. ഞങ്ങൾ ഇടപെടേണ്ട ഘട്ടത്തിൽ ഇടപെടും. പക്ഷേ ഇത് ഒട്ടും ആശാസ്യകരമായ കാര്യങ്ങളല്ല നടക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനുശേഷം വന്ന ഗവൺമെൻറ്റിൻ്റെ പഴയ ഗവൺമെൻറ് വെച്ച ഫിലിം പോളിസിയുണ്ട്. ഞാനത് പൂർണ്ണമായിട്ട് അതിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ ആ പോളിസിയെ സംബന്ധിച്ചും അത് പര്യാപ്തമല്ല എന്ന നിലയിലൊക്കെയുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. പൂർണ്ണമായി പരിശോധിച്ചിട്ട് അതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മേൽ തീരുമാനമെടുക്കും. സുരക്ഷിതമായി സിനിമാ മേഖലയിൽ എല്ലാവർക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുക എന്നുള്ള നയം ഈ സർക്കാരിനുണ്ട്. അത് ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. സുരക്ഷിതമായ ഒരു സിനിമാ നയം അല്ലെങ്കിൽ സുരക്ഷിതമായ തൊഴിലിടം, അതാണ് ഒരു സർക്കാരിൻ്റെ സ്വാഭാവിക ഒരു ഭരണകൂടം ആദ്യം ചെയ്യേണ്ട ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് സുരക്ഷിതമായൊരു തൊഴിലിടം തന്നെയാണ്. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ലാതെ. അതിനപ്പുറത്തേക്ക് അവർ നേരിടുന്ന വേറെ ഒത്തിരി, അതിൽ ഏറ്റവും പ്രധാനം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചൊരു കാര്യം. അതിന് തുടങ്ങുവാണെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അത് ഏറ്റവും കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് ആ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ വെച്ചില്ല. അതിലെ ചില ഭാഗങ്ങൾ അത് വിവരാവകാശ പ്രകാരം അത് പബ്ലിക് ഡൊമൈൻ വരുമെന്ന് പറഞ്ഞു. പിന്നീട് അതിനെതിരെ കേസൊക്കെ ആകുന്നു. അപ്പോൾ ഇതിൽ പുതിയ സർക്കാരിൻ്റെ അല്ലെങ്കിൽ അങ്ങയുടെ വകുപ്പാണ്, അങ്ങയുടെ ഒരു സ്റ്റാൻഡ് എന്താണ് ആ ഒരു വിഷയത്തിൽ? ആ റിപ്പോർട്ട് അത് സംബന്ധിച്ചുണ്ടായ ശേഷം കഴിഞ്ഞ സർക്കാരെടുത്ത ചില സമീപനങ്ങൾ, പോളിസികൾ ഞങ്ങളുടെ ഗവൺമെൻറ് തന്നെ ഡീറ്റെയിൽഡായിട്ട്, വ്യക്തിപരമായിട്ടല്ല, ഗവൺമെൻറ്, എൻ്റെ വകുപ്പും ഗവൺമെൻറ്റും ഒരുമിച്ച് കൂട്ടായിട്ട് അതിൽമേൽ ഞങ്ങൾ തീരുമാനമെടുക്കും. അത് മനസ്സിലാക്കാതെയും കാണാതെ അതിൽമേൽ ഞാനൊരു മുൻകൂട്ടി ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കൂട്ടായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കും. ലഹരി എന്ന് പറയുന്നത് അത് ഈ സിനിമാ മേഖലയിലും ടൂറിസം മേഖലയിലുമൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ സർക്കാരിന് അവിടെ ഏത് രീതിയിലുള്ള ഒരു ഇടപെടലാകും നടത്താൻ കഴിയുക? അത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. കാരണം ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മറ്റ് വകുപ്പുകളുമായിട്ട് ചേർന്നിട്ട് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന പരിപാടി ആരംഭിച്ചത്.
അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു, കാരവനകത്ത് കയറി ഞങ്ങൾ ഈ ഉൽപ്പന്നം ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കും, അതുകൊണ്ട് കാരവനാണ് സുരക്ഷിതമാണ് എന്നൊന്നും കരുതണ്ട എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹം തന്നെ നൽകിയിട്ടുണ്ട്. ഏത് സ്ഥലത്തും ഈ ലഹരി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ വിനിമയം നടക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോലീസിൻ്റെയും അല്ലെങ്കിൽ ബന്ധപ്പെട്ട എക്സൈസിൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെയും എൻഫോഴ്സ്മെൻറ്റ് വളരെ കൃത്യമായി ആക്ട് ചെയ്തിരിക്കും. 2 തവണയാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. കേരളത്തിലെ ചെറിയ കുട്ടികൾ ലഹരിക്ക് അടിമയാകുന്ന അതിനെതിരായിട്ട് 2 തവണ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ലഹരി മാഫിയയെ അടിച്ചുമർത്തുന്ന കാര്യത്തിൽ. ഈ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വഴി ഈ നടപ്പിലാക്കുന്ന കുറേ പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാർ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് അതാണ് ഈ പുതിയ വനിതാ സംവിധായകരെ. അത് ആയാലും ആ സ്കീം ഉണ്ടായിരുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ ലാസ്റ്റിൽ തന്നെ ആയപ്പോഴേക്കും ഈ ഫണ്ടിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് അതിനകത്ത് ഇപ്പോൾ പുതുതായിട്ട് ആളുകൾക്ക് പിന്നെ സാമ്പത്തിക സഹായം സിനിമ എടുക്കുന്നതിന് നൽകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളത്. പക്ഷേ തീർച്ചയായും ആ പദ്ധതി തുടരണമെന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. വനിതാ സംവിധായകർക്കും മറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സംവിധായകർക്കും അല്ലെങ്കിൽ ചലച്ചിത്ര പ്രവർത്തകർക്കുമെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം, കാരണം നമ്മൾ പിന്തുണയ്ക്കപ്പെടേണ്ട വിഭാഗം എന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം അവർക്ക് നൽകുന്ന പദ്ധതി ഏറ്റവും മാതൃകാപരമായ പദ്ധതിയാണ്. അത് എന്തായാലും തുടരണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സിനിമ എന്ന് പറയുന്നത് അറിയാലോ മിസ്റ്റർ, അതിനകത്ത് ഇപ്പോഴും പ്രഗത്ഭരായ അല്ലെങ്കിൽ ഒരുതരം പവർ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന അവരുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നൊരു വ്യവസായത്തിൽ നിന്നും മാറി സാധാരണക്കാർക്കും സിനിമ എടുക്കാം. സിനിമ എന്ന് പറയുന്ന ഒരു കലയാണ്, കലാരൂപമാണ്. അപ്പോൾ അത് സാധാരണക്കാർക്കും പ്രാപ്തമാക്കുന്ന രീതിയിൽ അത്തരം സിനിമകളെയും അത്തരം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നൊരു നയമാണ്. അതിൽ അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? അത് കൂടുതൽ ഒരു ചുവടുവയ്പ്പൊക്കെ വേണം, ഉറപ്പായിട്ടും വേണം. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ ടാലൻറ്റിന് ഒരു ദാരിദ്ര്യവുമില്ല. നല്ല പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികളുണ്ട്, നല്ല മനോഹരമായ സിനിമകൾ എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ നല്ല ചെറുപ്പക്കാരായ സംവിധായകരുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പിന്നെ തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയ പല സിനിമകളും ചെറുപ്പക്കാരായിട്ടുള്ള സംവിധായകരുടേതാണ്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള പിന്തുണ നൽകണം. അവർക്ക് സിനിമ വ്യവസായം എവിടെയെങ്കിലും ഒന്ന് കുത്തകവൽക്കരിച്ച് പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് കഴിവുള്ള എല്ലാവർക്കും ഈ മേഖലയിലേക്ക് കടന്നു വരാനും ചലച്ചിത്രമൊക്കെ എടുക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. സാംസ്കാരിക വകുപ്പിൽ അങ്ങ് കൈവച്ചിട്ടുണ്ടോ? അത് കൈവച്ചു തുടങ്ങിയോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ടൂറിസവുമായി ഇതിനെ കണക്ട് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് അവശ്യ കലാകാരന്മാരുടെ ഒരു നിര തന്നെയുണ്ട് നമുക്ക്. ഈ പ്രത്യേകിച്ച് ഈ സിനിമയും സീരിയലും മാറി നിന്നാൽ എല്ലാവരും ഈ നാടക കലാകാരന്മാരൊക്കെ തന്നെയും വളരെ പരിതാപകരമാണ്. നമ്മൾ ഒത്തിരി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളൊക്കെയാണ്. എല്ലാ ക്ഷേത്രകലകളും ഒക്കെ തന്നെ ആയാലും വല്ലപ്പോഴുമൊക്കെ ഈ ഓണം ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ കുറേ പേരുണ്ടെന്ന് പോലും അറിയുന്നത്. അപ്പോൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായി അത് ശരിക്കും നമ്മളത് ഊന്നൽ കൊടുക്കേണ്ട ഒരു ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. നമ്മളെ ഇത്തരത്തിലുള്ള കലാകാരന്മാർ അവർ പാവപ്പെട്ടവരൊന്നുമല്ല. കാരണം അവർ സമ്പന്നരെന്ന് പറഞ്ഞാൽ അവരുടെ കലയുടെ കരുത്തുകൊണ്ടാണ്. നമ്മളിപ്പോൾ അവർക്ക് നമ്മുടെ അത്രയും പണം കയ്യിലുണ്ടാവില്ല, പക്ഷെ അവർ സമ്പന്നരാണ് കലാപരമായ അവരുടെ കഴിവിൽ. അപ്പോൾ അവർക്ക് അവസരങ്ങളുണ്ടാകണം, വേദികളുണ്ടാകണം. മുമ്പ് ഒരു പരിപാടി ഉണ്ടായിരുന്നു, വളരെ നല്ല നിലയിൽ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ചിരുന്നൊരു പ്രോഗ്രാം ഉത്സവം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഉത്സവം അത് നമ്മുടെ ഗ്രാമീണ മേഖലയിലാണ് നടത്തിയത്. അവിടെ ഈ പറയുന്ന ഫോക്ക്ലോർ ആർട്ടിസ്റ്റുകൾക്കെല്ലാം കൂടുതലായി അനുഷ്ഠാന കലയിൽ പ്രവർത്തിക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഉത്സവം. ഉത്സവം എന്ന പേരിലോ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ സാധാരണക്കാരായ എന്നാൽ പ്രതിഭാശാലികളായിട്ടുള്ള കലാകാരന്മാരെ സംരക്ഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു നയം എന്തായാലും ഗവൺമെൻറ്റിന് സാംസ്കാരിക വകുപ്പിനുണ്ടാവും. കൂടുതൽ വേദികൾ നൽകുക, അതിലായിരിക്കും അവർ കൂടുതൽ വേദി കൊടുക്കണം. അവർക്ക് കൂടുതൽ വേദികൾ കൊടുക്കണം. ആ കലാരൂപങ്ങൾ നിലനിൽക്കാനുള്ള പിന്തുണ ഗവൺമെൻറ് കൊടുക്കണം. കാരണം ചില കലാരൂപങ്ങളൊക്കെ ഗവൺമെൻറ് പിന്തുണച്ചില്ലെങ്കിൽ അതിപ്പോൾ പെർഫോം ചെയ്യുന്ന ആളുകൾ മരണപ്പെടുന്നതോടുകൂടി അത് ഇല്ലാതാകും. ആ തലമുറയിൽ മറ്റുള്ള കുട്ടികൾക്കും അത് ആകർഷകമായി തോന്നണമെങ്കിൽ അതിനാവശ്യമായ ചില പിന്തുണകൾ കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ PC വിശ്വനാഥ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യുവത്വത്തിൻ്റെ ഒരു ശബ്ദം കൂടിയാണ് അങ്ങ്. അതുകൊണ്ട് തന്നെ VD സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളായി മാറാൻ ഈ 5 വർഷം കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും സമയം വാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു. തെരഞ്ഞെടുപ്പിന് മുമ്പും അമൃത TV-യിൽ
തെരഞ്ഞെടുപ്പിന് മുമ്പത്തെ രാഷ്ട്രീയം പറയാൻ അവസരമുണ്ടായി, പറഞ്ഞുണ്ടായി. തെരഞ്ഞെടുപ്പിന് ശേഷവും നമ്മുടെ വകുപ്പിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ വിശദീകരിക്കാൻ ഒരു അവസരം അമൃത TV യിൽ കൂടി ലഭിച്ചു. അമൃത TV ക്ക് നന്ദി.